ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ചാള അല്ലെങ്കിൽ മത്തി കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഞാൻ കുറച്ച് തേങ്ങയുടെ കൂടെ അരയ്ക്കാറുണ്ട്. ബാക്കിയുള്ളത് ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇടാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. നമ്മുടെ വാളൻ പുളി, കറിയിലിടുന്ന പുളിയാണ്. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഞാൻ എപ്പോഴും അരച്ച് വെക്കാറുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് ഇടാറുള്ളൂ. അപ്പം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങയിൽ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് ജീരകം എല്ലാവരും ഉപയോഗിക്കാറില്ല, ആവശ്യമുള്ളവർ മാത്രം, ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും ഇട്ട ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാനിതിൻ്റെ ഇടയിൽ ഉലുവ കൂടെ ഇടുന്നുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഉലുവയും കൂടെ ഇടണം. ഓക്കെ, ഉലുവയോ അല്ലെങ്കിൽ ഉലുവ പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഉലുവ പൊടിയാണെങ്കിൽ നമുക്ക് കറി തേങ്ങയൊക്കെ ഒഴിച്ച ശേഷം ഇട്ടാലും മതിയാവും. തിളയ്ക്കുന്ന സമയത്ത് അത് സെറ്റായിക്കോളും. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ കറിവേപ്പിലയും അതുപോലെ കറി തിളയ്ക്കുന്ന സമയത്താണ് ഇടാറുള്ളത്. ഇതിലിടാം, ഇപ്പം ഇടാറില്ല. ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 സ്പൂണോളം ഇടുന്നുണ്ട്. ഇട്ട ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ തേങ്ങ ഒഴിച്ചും അല്ലാതെയൊക്കെ വെക്കാറുണ്ട്. അപ്പം ഞാൻ അല്ലാതെ വെക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ വഴണ്ടി വരുന്ന സമയത്ത് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത് കറി. ഇപ്പം നമ്മൾ പാലക്കാട് സ്റ്റൈലിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് പുളി നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. ഈ പുളിയും അതിനൊപ്പം തന്നെ തേങ്ങ അരച്ച അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതിനുശേഷം ഞാൻ ഈ ജാറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി മീൻ കറിയിൽ കുറച്ച് കൂടുതൽ തന്നെ വേണം. ഒരു 2.5 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടുന്നത് കുറച്ച് വലിയ ടേബിൾ സ്പൂണാണ്. അപ്പോൾ 2.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ അളവുണ്ടല്ലോ, വെള്ളം ഒഴിച്ച് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലോ അതിനനുസരിച്ചാണ് പൊടികളിൽ വ്യത്യാസം വരിക. അപ്പോൾ ഏകദേശം 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും. ഞാൻ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് 2 അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികളാണ്, മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ അത് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിതിന് കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ചാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് തിളപ്പിക്കാനായി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഈ സമയത്താണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ മീൻ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ച മീനിലെ പകുതി മീൻ ഞാൻ ഇടുന്നുണ്ട്, പകുതി ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് മീൻ എടുത്തിട്ട് ചാറ് കറിക്ക് ആവശ്യമായത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മീനിട്ട ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ കുറച്ചൊന്ന് കൂടുതലായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഈ മീനിട്ടിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ മീനിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഉപ്പ് പാകമായിക്കോളും. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പോരായ്മകളോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ട സമയമാണിത്. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മീൻ വേകാൻ വളരെ കുറച്ച് സമയം മതി. ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ മീൻ ആയിക്കോളും. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയ സമയമാണ് ഇപ്പോൾ കാണിക്കുന്നത്. മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇത്രയും തന്നെ സമയം വേണം ഇനി നല്ലപോലെ വേവാനായിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ട്
ഒന്നുകൂടെ ഒരു 2 മിനിറ്റും കൂടെ വെക്കണം. മീനൊക്കെ അത്ര വേവേ ഉള്ളൂ. വേകുമ്പോഴേക്കും മീനിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റായി വരും കേട്ടോ, വെന്ത ശേഷം. അപ്പോൾ വേകുമ്പോൾ അങ്ങനെ സ്പ്ലിറ്റായി വരാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെന്തോന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊരു 3 മിനിറ്റോ 4 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഉപകാരമായെന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ലൈക്സ് ഒട്ടുമില്ല, അപ്പോൾ കമൻറ്റ് തീരെ ഇല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.